Hi friends, welcome to Vaab creation. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനായിട്ട് വേണ്ടത് ഒരു കുപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മോർഫസിൻ്റെ ഒരു കുഞ്ഞു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലുള്ള കുപ്പി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ മേൾവശത്തെ ക്യാപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യേണ്ട രീതി. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൽ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സിൽ നെക്കൊക്കെ ചെയ്യില്ലോ, ആ ഒരു സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പേള് ഹാഫ് പേളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പേള് ഓൾറെഡി അതിൽ തന്നെ ഗമ്മുള്ള ടൈപ്പാണ്. ഒരു ചെയിൻ മാതിരത്തി ഹാഫ് പേളാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലത്തെ ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോണും ഈ പേളും വെച്ചിട്ട് എങ്ങനെയാണ് ഈ ബോട്ടിലായിട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ ആ കുപ്പിയുടെ സൈസിന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ സിംഗിൾ സ്ട്രിപ്പായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വലിയൊരു പേജ് പോലെയാണ് കിട്ടുക. അപ്പോൾ അതായത് നമ്മളത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് ഒട്ടിക്കാനായിട്ട് ഇന്നിവിടെ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂഗൺ ഉള്ളവർക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ ഇന്നിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫെവിക്കോൾ വെച്ചിട്ട് ചെറിയൊരു ലൈൻ വെച്ച് കൊടുക്കണം. വളരെ നൈസായിട്ടുള്ള ഒരു ലൈൻ മതി, ഗ്ലൂ അധികം ആവശ്യമില്ല. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോൺ ഒരു ലൈൻ എടുത്തിട്ട് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ വളയാണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ അടുത്ത ലൈൻ ഒട്ടിക്കുന്നത് നമ്മൾ പേളാണ്. അതിവിടുത്തെ ഹാഫ് പേളാണ്. അപ്പോൾ അത് ഓൾറെഡി അതിൽ തന്നെ ഗമ്മുള്ള കാരണം നമുക്ക് അഡീഷണലായിട്ട് ഗം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ആ കുപ്പിയുടെ ഷേപ്പ് അനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റാർട്ടിൽ വരുന്നത് കുറച്ച് ഉള്ളിലോട്ടും പിന്നെ സെൻറ്റർ വശം വരുമ്പോൾ കുറച്ച് വിരിഞ്ഞിട്ടാണ് കുപ്പി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗ്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ പേളും ഒരു ലൈൻ സ്റ്റോണാണ് നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തുള്ള സ്റ്റോൺ ആയതുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ അളവിന് കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ പേള് അത്രയ്ക്കും ലെങ്ത്ത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ രണ്ട് ലൈൻ പേള് വെച്ചിട്ടാണ് ചെയ്തത്. ബാലൻസ് വന്നത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ മൂന്നാമത്തെ ലൈൻ ഇതുപോലെ നമ്മൾ സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. ഒരു ലൈനും കൂടി നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ അളവൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നാലാമത്തെ ലൈൻ കൊടുക്കുന്നത് വീണ്ടും പേള്. ഇപ്പോൾ ഒന്നിടവിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് നല്ല ഫിനിഷിങ്ങിൻ്റെ ബോട്ടിലിരിക്കുള്ളൂ. പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒട്ടിച്ച് പോകാൻ പറ്റും. ഇത് കുറച്ച് ഉരുണ്ട ബോട്ടിലായതുകൊണ്ട് നമുക്കത് അങ്ങനെ അത്ര സ്ട്രെയിറ്റ് കിട്ടില്ല. കുറച്ചൊന്ന് ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. നമ്മളങ്ങനെ ഓരോന്ന് ഒട്ടിക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പേള് ഒട്ടിച്ച് വെക്കുകയാണ്. ആദ്യം പേളിൽ ഓൾറെഡി ഗമ്മുള്ളത് കൊണ്ട് തന്നെ ഒരു ലൈനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ 2-3 ഒട്ടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു 3-4 ലൈൻ ആദ്യം തന്നെ സ്റ്റോണൊക്കെ മാറ്റി വെച്ചിട്ട് പേള് മാത്രം ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വേണ്ടിയില്ല നമ്മൾ ബോട്ടിൽ ചെയ്ത പോലെ 4 പ്രാവശ്യം ഞാൻ അതിൻ്റെ പേള് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് സ്റ്റോൺ വെക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ആ ഗ്യാപ്പിൽ ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമ്മുടെ സ്റ്റോൺ വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവണു. മറ്റോണം നമ്മൾ ഒരെണ്ണം ചെയ്ത് ഗമ്മ് വെച്ച് പിന്നെ അടുത്തത് വരുമ്പോൾ കുറേ ടൈം പിടിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കഴിഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ 4 പേള് വെച്ചതിന് ശേഷം ഗം അപ്ലൈ ചെയ്തു. വേഗം തന്നെ നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്റ്റോണും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു പോകുന്നില്ല. മറ്റേത് ചെയ്യുമ്പോൾ സ്റ്റോൺ കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഇതാകുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വേഗം ഒട്ടിക്കാനും പറ്റും നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ 4 സ്റ്റോണും വേഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് ചെയ്യണത്. പിന്നെ ചില സ്ഥലത്ത് വരുമ്പോൾ സ്റ്റോൺ ചെറുതായിട്ട് ഒരു നീളം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഈ നീളം കൂടിയിട്ട് വരുന്ന സ്റ്റോണൊക്കെ നമ്മൾ ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പേളും അതുമാതിരി തന്നെ കുറച്ച് നീളം കൂടുതലാണ്. രണ്ടാമത്തെ ലൈൻ വെക്കുമ്പോൾ കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ അതും നമ്മൾ നമ്മുടെ ബോട്ടിലിൻ്റെ അളവിനായിട്ട് അടിവശത്ത് ഇരിക്കാൻ പാകത്തിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കണ്ട ഇങ്ങനെ ചെയ്തപ്പോൾ വേഗം കഴിയുന്നുണ്ട് കേട്ടോ. 4 പേളും വെച്ചു, നമ്മൾ 4 സ്റ്റോണും വെച്ചു. മറ്റേത് ഒരെണ്ണം തന്നെ വെക്കുമ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വേഗം കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക.
അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത്. ഇപ്പോൾ കണ്ട നമ്മുടെ വേഗം അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇത്രയും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുള്ളും ഇതുപോലെ തന്നെയാണ് ഈ ബോട്ടിൽ മുഴുവനും ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഇത് ഒട്ടിക്കാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഗ്ലൂ ഗൺ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഫെവിക്കോൾ എടുത്തത്. ഫെവിക്കോൾ ഒട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതേ മുഴുവനായിട്ടും ചെയ്യണത് എല്ലാ വശത്തും വേഗം വേഗം തന്നെ ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കുപ്പി മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് വരുമ്പോൾ. ഇനി നമ്മൾ അതിൻ്റെ മേൽവശം ഉണ്ടല്ലോ, മേൽവശം കവർ ചെയ്യാം. അതും നമ്മൾ ഈ സ്റ്റോൺ തന്നെ എടുക്കണത്. അപ്പോൾ അതിൽ ഒറ്റ സ്ട്രിപ്പല്ല എടുക്കണത്, ഒരു 4-5 സ്ട്രിപ്പ് കൂടി ഒരുമിച്ച് ആ ഒരു വായ്വട്ടത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് അതാണ് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. കണ്ട ഈ ഒരു പീസാണ് നമ്മൾ അവിടെ അതിന് വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ അവിടെ ഒട്ടിക്കാനും ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അളവ് സൈസ് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കതവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ഫെവിക്കോൾ തേച്ചതിന് ശേഷം ഇതിന് ചെയ്യാനായിട്ട് കുറച്ച് നന്നായിട്ട് ഫെവിക്കോൾ വേണം കേട്ടോ. മറ്റേത് സിംഗിൾ ലൈൻ ഒട്ടിച്ചപ്പോൾ നമുക്ക് കുറച്ച് ഫെവിക്കോളാണ് വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ ഒട്ടിക്കാനായിട്ട് കുറച്ചധികം ഫെവിക്കോൾ തേക്കണം. അപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, അതിൻ്റെ എഡ്ജിലൊക്കെ ഒന്ന് കറക്റ്റ് എത്താൻ വേണ്ടിയിട്ട്. അവിടെ കുപ്പിയുടെ അവിടെ ചെറുതായിട്ടൊരു ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ വശങ്ങളുണ്ടായിരുന്നു, കറക്റ്റ് സ്ട്രെയിറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഈ സ്റ്റോൺ ഒട്ടാനായിട്ട് ഒത്തിരി പാടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഫെവിക്കോൾ ഒന്ന് കുറച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോൺ അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് വെക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. നമ്മളത് വിചാരിച്ച മാതിരി അത് ഒട്ടി കിട്ടില്ല. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് കറക്റ്റ് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ച് നേരം പിടിക്കുമ്പോൾ മാത്രമാണ് അത് ഒട്ടി കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ഒരു ലൈൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മേളിൽ ആ പേള് ഒട്ടിച്ചത് 2 ലൈൻ പേള് കൊടുക്കുകയാണ്. അപ്പോൾ അതെ ആദ്യത്തെ ഒരു ലൈൻ പേള് അതും ഇതുപോലെ തന്നെ ഗമ്മുള്ളത് കൊണ്ട് ഒട്ടുന്നുണ്ട്. പക്ഷെ ആ എഡ്ജ് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ പേള് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഒരു ലൈൻ ഒട്ടിച്ചു. അപ്പോൾ അടുത്ത ലൈനും പേള് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ മറ്റേ സ്റ്റോൺ നമ്മൾ ഒട്ടിച്ചത് ഒരു 4 ലൈൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ലൈൻ പേളാണ് നമ്മളിപ്പോൾ ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴേ വേണമെങ്കിൽ ഫെവിക്വിക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് ഒട്ടാന്ന്. പക്ഷേ സ്റ്റോണിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെവിക്വിക്കൊക്കെ സ്റ്റോണിലായി കഴിഞ്ഞാൽ സ്റ്റോൺ ഫെയ്ഡ് ആവും. പക്ഷേ ഫെവിക്കോളാകുമ്പോൾ കുറച്ച് ക്ഷമ വേണം, കുറച്ചധികം നേരം നമ്മളതിങ്ങനെ പിടിച്ച് നിൽക്കണം, എന്നാൽ മാത്രമേ അത് ഒട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പ് ലൈനും നമ്മൾ ആ സ്റ്റോൺ തന്നെയാണ് വെക്കുന്നത്. സ്റ്റോൺ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബോട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്കുള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കുപ്പിയുമ്മ പെയിൻറ്റിങ്ങും അല്ലാതാണല്ലോ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു രാജകീയ പ്രൗഢി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.